ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്കാണ്. ഇന്ന് എൻ്റെ അച്ഛൻ്റെ പെങ്ങളും എൻ്റെ ചേച്ചിയും എല്ലാവരും അങ്ങോട്ടേക്കൊന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ ഇപ്പോൾ ഒന്നിച്ച് കൂടിയിട്ട് ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടോ. അപ്പം ഞങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്നിച്ച് കൂടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പേരാമ്പ്രയ്ക്ക് അടുത്തുള്ള മുതുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങളെ വീട്. ഞങ്ങൾ വടകര എത്തിയപ്പോൾ തന്നെ നല്ല ബ്ലോക്കായിരുന്നേ. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് എത്താൻ നല്ലോണം ഇരുടായിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഞങ്ങൾ പേരാമ്പ്ര എത്തിയിട്ടുള്ളൂ കേട്ടോ. പേരാമ്പ്ര ചേർമലയിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പെങ്ങളും ചേച്ചിയും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ടൗണിലിരുന്ന് സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരിവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇത്ര നാളും ആ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മുടെ പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മേലെയായിട്ടാണ് ഈ സ്ഥലം വരുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അതിനടുത്ത് തന്നെ ഇപ്പോൾ ഒരു പാർക്കൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും അവരുടെ അടുത്ത് തന്നെ എത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അന്താളിച്ചു പോയി. ഇതുപോലൊരു സ്ഥലം സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലും ഒക്കെ പോയിട്ട് കാണുന്ന പോലത്തെ അതേ ഫീലുള്ളൊരു സ്ഥലം. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നുണ്ട് കേട്ടോ, നമ്മുടെ പേരാമ്പ്രക്കാരുടെ സ്വന്തം ഗ്രാൻഡ് ഹൗസ്. ഇത്ര ദൂരത്തു നിന്നും അത് മാത്രം വേറിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവാൻ ഇതേ കാശീനെ വിളിച്ചുകൊണ്ടുപോയിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. വേറെ ഒന്നല്ല, എൻ്റെ ഈ സൗണ്ടിൻ്റെ വ്യത്യാസമാണ്. ഞാനിത് 2 ദിവസമായിട്ടാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യത്തെ ദിവസം വലിയ പ്രശ്നമില്ലായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട്. കുറച്ച് സമയം അവിടുത്തെ വ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ടൗണിലേക്ക് വന്നിട്ട് അവിടുന്ന് ഒരു കേക്ക് കടയിൽ കയറി കേട്ടോ. കാരണം കാശീൻ്റെ പിറന്നാളാണെന്ന്. അപ്പോൾ അവിടുന്ന് ഒരു കേക്ക് മുറിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെയുള്ള ഒരു കേക്കിൻ്റെ ഷോപ്പ് കയറിയതാണ്. ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കാശീൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസമായിട്ടോ. മറ്റൊന്നും കൊണ്ടല്ല, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് തിരക്കിലായിപ്പോയി. അതുകൊണ്ട് തന്നെ ഈ എഡിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് കേക്കൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. നമ്മൾ നേരത്തെ ആ ചേർമലയത്തെ ഹിൽ ടോപ്പിൽ നിന്നിട്ട് കണ്ടിട്ടില്ലായിരുന്നോ ഗ്രാൻഡ് ഹൗസ്? ആ ഗ്രാൻഡ് ഹൗസിൻ്റെ അടുത്തുകൂടെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇതാണ് ഗ്രാൻഡ് ഹൗസിൻ്റെ അടുത്തുള്ള വ്യൂ. പേരാമ്പ്ര കഴിഞ്ഞ് മൂരൂത്തി എത്താറായപ്പം ഈ റോഡ് സൈഡിൽ നിന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ഈ അത്തറ്, ഊത് ഇതൊക്കെ വിൽക്കുന്ന ഒരാൾ. അപ്പോൾ അവിടുന്ന് നല്ല സ്മെല്ലുള്ള 2 അത്തറും മേടിച്ചു കേട്ടോ. അങ്ങനെ അതും വാങ്ങി നേരെ വീട്ടിലേക്കാണ് പോകുന്ന. വഴിയിൽ ഈ കാണുന്നത് നമ്മുടെ പെരുവണ്ണാമൂഴി ഡാമിൻ്റെ സൈഡിലുള്ള പള്ളിയാണ് കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ വേഗം തന്നെ കേക്കൊക്കെ വെച്ചിട്ട് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ അമലേട്ടൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു കേട്ടോ. അവൻ്റെ 7ാമത്തെ പിറന്നാളാണ്. ഞങ്ങൾ 4 പേരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ചേച്ചി അമ്മയൊക്കെ കാശിക്ക് ഗിഫ്റ്റൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. മുല്ലമോള് വാച്ചൊക്കെ കൊടുത്ത സമയത്ത് കാശി ശരിക്കും സർപ്രൈസ് ആയി പോയിട്ടോ. അവനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഗിഫ്റ്റൊക്കെ കിട്ടും എന്നുള്ളത്. അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞു വിശേഷം ഇവിടെ തീരുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.